നമസ്കാരം, ഞാൻ ജയപ്രഭ. ഈ വരുന്ന ജാനുവരി 10-ാം തീയതി ശ്രീ നെല്ലുവായ ഏകാദശിയാണ്. നമുക്ക് ഏകാദശി മഹാത്മ്യത്തെ കുറിച്ചിട്ട് പല വീഡിയോകളും ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട്. മുൻപും നെല്ലുവായി ക്ഷേത്രത്തിനെ പറ്റിയിട്ടും ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ അതൊന്ന് പോയി കണ്ടു നോക്കൂ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആരാണ് ധന്വന്തരി? മഹാവിഷ്ണുവിൻ്റെ തന്നെ അംശമാണ് ധന്വന്തരി ഭഗവാൻ. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ലോകത്തിലേക്ക് ഏറ്റവും ചീഫ് ഫിസിഷ്യൻ, ഏറ്റവും വലിയ ഡോക്ടർ എന്നൊക്കെയാണ് ധന്വന്തരി മൂർത്തിയെ പറ്റിയിട്ട് പറയാറ്. അഷ്ടവൈദ്യന്മാരും വൈദ്യമഠവും എല്ലാവരും 41 ദിവസം ഭജന എല്ലാ വർഷവും ഇരിക്കുന്ന ക്ഷേത്രമായിരുന്നു ധന്വന്തരി ക്ഷേത്രം, നെല്ലുവായിലേത്. മാത്രവുമല്ല, അവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാടായിട്ടുള്ള മുക്കിടി നിവേദ്യം, അത് ഒരുപാട് വിഷമതകൾക്കും ആരോഗ്യ പ്രശ്നങ്ങൾക്കും വലിയ പരിഹാരമാണെന്നാണ് പറയുക. ഭഗവാന് തന്നെ വേണ്ടിയിട്ട് ഭഗവാൻ സ്വപ്നദർശനം കൊടുത്തതിൻ്റെ ഫലമായിട്ട് അവിടുത്തെ പൂജാരി പിറ്റേ ദിവസം അത് ആ രീതിയിൽ ഭഗവാൻ എപ്രകാരമാണോ പറഞ്ഞത് ആ രീതിയിൽ ആ മുക്കിടി ഉണ്ടാക്കിയിട്ട് ഭഗവാന് നിവേദിക്കുകയും അന്ന് തൊട്ടിട്ട് പിന്നീട് എല്ലാ ദിവസവും മുക്കിടി നിവേദ്യം ഭഗവാന് നേദിക്കുകയും ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അതുമാത്രമല്ല, നെല്ലുവായി ഏകാദശിയുടെ ഒരു പ്രത്യേകത, സാക്ഷാൽ ശ്രീ ഗുരുവായൂരപ്പൻ എന്ന് നെല്ലുവായി തേവരെ കാണുവാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് എത്തും എന്നാണ് ഐതിഹ്യം. ഒരുപാട് കാലങ്ങളിൽ മനസ്സറിഞ്ഞിട്ട് വിളിക്കുമ്പോൾ ഒരുപാട് രോഗങ്ങളിൽ നിന്നും ആകുലതകളിൽ നിന്നും ഭഗവാൻ രക്ഷിക്കുന്ന ഒരു മഹാമൂർത്തി തന്നെയാണ് ധന്വന്തരി ഭഗവാൻ. നമ്മളുടെ എത്രയൊക്കെ നമ്മൾ നല്ല ഗുണമാണ് സന്തോഷമാണെന്നൊക്കെ പറഞ്ഞാലും ആരോഗ്യമില്ലെങ്കിൽ യാതൊരു കാര്യവും ഇല്ലല്ലോ. മാനസികമായിട്ടും ശാരീരികവുമായിട്ടുള്ള എല്ലാ സകല പ്രശ്നങ്ങളെയും മാറ്റിയിട്ട് സകല ശാന്തിയും തന്നിട്ട് ശരീരശുദ്ധിയും മനഃശുദ്ധിയും ഒരുപോലെ തരുന്ന ഭഗവാൻ തന്നെയാണ് ധന്വന്തരി മൂർത്തി. അത് വെറും മനുഷ്യർക്ക് മാത്രമല്ല, സകല ജീവജാലങ്ങളുടെയും കൂടിയിട്ട് ഒരു വൈദ്യൻ തന്നെയാണെന്നാണ് പറയുന്നത്. നമ്മുടെ മുൻ എപ്പിസോഡുകളിൽ ഒരു ആനയ്ക്ക് ഒരു മുറിവ് പറ്റിയിട്ട് പിന്നീട് ധന്വന്തരി ദേവരുടെ ഒരു അനുഗ്രഹം മൂലം അവർ തോർത്ത് വെച്ച് കെട്ടിയിട്ട് അത് മാറ്റിയൊരു കഥയൊക്കെ ഇവിടെ എൻ്റെ അച്ഛൻ പറഞ്ഞ് കേട്ടിട്ടുള്ള ഒരു കഥയൊക്കെ അവിടെ പറഞ്ഞിരുന്നു. എപ്പിസോഡ് ഒന്ന് പോയിട്ട് കണ്ടു നോക്കൂ കേട്ടോ. അങ്ങനെ ഭഗവാന് പല പല നിവേദ്യങ്ങളുണ്ട്, പല പല പൂജകളുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട പൂജയാണ് അദ്ദേഹത്തിനുള്ള വെണ്ണ നിവേദ്യം, വെണ്ണ ചാർത്തൽ. അതെല്ലാം എന്തുകൊണ്ട്, അതുപോലെ തന്നെ പണ്ടത്തെ ഒരു നമ്മുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശുശ്രുകനും ചരകനും ഒക്കെ പണ്ടത്തെ കാലത്തെ അതെങ്ങനെയാണ് ചരക സംഹിത ആയിക്കോട്ടെ ശുശ്രുത സംഹിത ആയിക്കോട്ടെ എങ്ങനെയൊക്കെയാണ് വൈദ്യം വരുന്നത്, ശരിക്കും പറഞ്ഞാൽ ഒരു സർജറി തന്നെ നടത്താൻ പ്രാവീണ്യമുള്ളവരായിരുന്നു അന്നത്തെ ആയുർവേദ വിദഗ്ധന്മാർ എന്നാണ് പറയുന്നത്. അങ്ങനെ ആവുമ്പോൾ കണ്ണിൻ്റെ നേത്രരോഗ ചികിത്സയ്ക്ക് അട്ട കൊണ്ട് കടുപ്പിക്കുക, അതായത് ആ വിഷമുള്ള രക്തം വലിച്ചെടുക്കുക എന്നൊക്കെയാണ്, അല്ലെങ്കിൽ അശുദ്ധ രക്തം വലിച്ചെടുപ്പിക്കുക എന്നുള്ളതൊക്കെയാണ് അതിൻ്റെ ഒരു ഇത്. അപ്പോൾ ഇതിൻ്റെ സൂചക ഫലമായിട്ട് അട്ടയും കുഴമ്പും എടുത്തു വെക്കുക. അത് ശരിക്കുള്ള അട്ടയല്ല, ഒരു വെള്ളി കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു അട്ട പോലെ കുഞ്ഞ് ഒരു ദണ്ഡും അതിൻ്റെ അപ്പുറത്തൊരു കുഞ്ഞ് കൽഷ്യം പോലെയാണ്. അത് ഭഗവാന് സമർപ്പിക്കുക എന്നാണ്, അട്ടയും കുഴമ്പും സമർപ്പിക്കുക എന്നുള്ളത്. അതൊന്നും അല്ലാതെ അധികം നേത്രരോഗങ്ങളുള്ള ആൾക്കാർ ചെയ്യേണ്ട ഒരു വഴിപാടാണത്. അത് മുക്കിടി നിവേദ്യം പോലെ ഈ അട്ടയും കുഴമ്പും വഴിപാടും ധന്വന്തരിയുടെ പ്രധാന വഴിപാടാണ്. അതുപോലെ അവല്, അതുപോലെ തന്നെ ഉണ്ണിയപ്പം, വെണ്ണ, പല നിവേദ്യങ്ങളും ഉണ്ട്. പ്രധാനപ്പെട്ടത് മുക്കിടി നിവേദ്യമാണെന്ന് മാത്രം. അത് രാവിലെ തൊട്ടിട്ട് തന്നെ അമ്പലത്തിൽ കിട്ടുന്നതാണ്. അങ്ങനെ സർവ്വരോഗ ദുരിതങ്ങൾക്കും ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് വലിയ കാര്യം തന്നെയാണ്. തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളത്തിനും വടക്കാഞ്ചേരിക്കും നടുവിലായിട്ടാണ് ശ്രീ ധന്വന്തരി മൂർത്തിയുടെ ക്ഷേത്രമുള്ളത്. നെല്ലുവായി ധന്വന്തരി മൂർത്തി എന്നാണ് പറയുന്നത്. നെല്ലുവായി എന്ന് വെച്ചാൽ നല്ല വായു നല്ല എന്താണ് വായുവിന് മലിനീകരണം നിലത്ത് നല്ല ശുദ്ധവായു കിട്ടുന്ന ഒരു സ്ഥലം. അതാണ് പിന്നീട് ലോപിച്ച് നെല്ലുവായി ആയതെന്ന് പറയുന്നുണ്ട്. എന്തൊക്കെയായാലും വളരെ നമ്മൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പോയി തൊഴേണ്ട ഒരു മഹാക്ഷേത്രം തന്നെയാണ് ധന്വന്തരി മൂർത്തിയുടെ ക്ഷേത്രം. അവിടുത്തെ ഏകാദശിയും വളരെ പ്രസിദ്ധമാണ്. 2-3 തവണ അവിടുത്തെ നെല്ലുവായി ദേവരുടെ മുന്നിൽ ഏകാദശിയുടെ ഒരു ഉത്സവവുമായി ബന്ധപ്പെട്ട് എനിക്ക്
നൃത്തമൊക്കെ അവതരിപ്പിക്കാനുള്ളൊരു മഹാഭാഗ്യം ലഭിച്ചതാണ്. അപ്പോൾ അത് മാത്രമല്ല, നിങ്ങൾ ഡോക്ടർമാരായിക്കോട്ടെ, അതല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ആതുര ശുശ്രൂഷ മേഖലയിൽ ജോലി ചെയ്യുന്നവരായിക്കോട്ടെ, ഇനി അതിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരായിക്കോട്ടെ, ഇനി ഏതെങ്കിലും രോഗപീഠകളാൽ ബുദ്ധിമുട്ടുന്നവരായിക്കോട്ടെ, ഇനി ഒരു രോഗം വരാതിരിക്കാൻ ഉള്ളിൽ ഒരു പ്രതിരോധം വേണമെന്ന് ആഗ്രഹിക്കുന്നവരായിക്കോട്ടെ, ആ സർവ്വജനങ്ങൾക്കും പോയി തൊഴാൻ സാധിക്കുന്ന മഹാഭഗവാൻ തന്നെയാണ് സാക്ഷാൽ ശ്രീ ധന്വന്തരി മൂർത്തി. ഇനി എങ്ങനെയാണ് ധന്വന്തരി മൂർത്തിയുടെ ഏകാദശി? അത് സാധാരണ രീതിയിൽ നമ്മൾ ഏകാദശി നോക്കുന്ന പോലെ തന്നെയാണ്. തലേ ദിവസം ഒരിക്കൽ, പിറ്റേ ദിവസം അത് സമയത്ത് എല്ലാ വ്രതമൊക്കെ നോക്കുന്നത് പോലെ തന്നെ ശരീരശുദ്ധി മനഃശുദ്ധി വരുത്തുക. പ്രാതസ്നാനം, അതായത് രാവിലെ എണീറ്റ്, ഏകാദശി ദിവസം രാവിലെ എണീറ്റ് സൂര്യോദയത്തിന് മുന്നേ തന്നെ നമ്മൾ കുളിയെല്ലാം കഴിഞ്ഞ് ഈശ്വരനാമം ജപിച്ച് പറ്റുമെങ്കിൽ ധന്വന്തരിയെ നേരിട്ട് പോയി തൊഴാൻ നെല്ലുവായി തന്നെ. അത് സാധിച്ചില്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും ധന്വന്തരിയുടെ ക്ഷേത്രത്തിൽ പോയിട്ട് ഭഗവാനെ തൊഴുക. ഇനി അതും സാധിച്ചില്ലെങ്കിൽ ഏതെങ്കിലും മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ആ ദിവസം തൊഴുവാൻ നോക്കുക. അതുപോലെ തന്നെ ഉപവാസം ഇരിക്കുക. ഉച്ചയ്ക്ക് അരിധാന്യങ്ങളോ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. ഉച്ചയ്ക്ക് അതേപോലെ തന്നെ വല്ല കിഴങ്ങ് വർഗ്ഗങ്ങളോ അങ്ങനെ എന്തെങ്കിലും കഴിക്കുക. ഇതുകൊണ്ടൊക്കെ വിശപ്പടക്കുക. അതിനുശേഷം രാത്രി ഭഗവാനെ പ്രാർത്ഥിച്ച് പിറ്റേ ദിവസം ദ്വാദശി ദിവസം പാരണ വീട്ടിട്ട് വ്രതം അവസാനിപ്പിക്കുക. ഹരിവാസരം പറ്റുമെങ്കിൽ അത് നോക്കാം. ഹരിവാസരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകാദശിയുടെ അവസാനത്തെ 15 നാഴികയും ദ്വാദശിയുടെ ആദ്യത്തെ 15 നാഴികയും വരുന്നൊരു ബ്രഹ്മമുഹൂർത്തമല്ല, ക്ഷമിക്കണം, ഒരു ശുഭ സമയമാണ് ഈ ഹരിവാസരം എന്ന് പറയുന്നത്. ഹരി സാക്ഷാൽ ഭഗവാന്റെ പൂർണ്ണമായിട്ടുള്ള അംശം ഈ സമയത്ത് ഭൂമിയിൽ ഉണ്ടാവും എന്നാണ് പറയുക. അതിനാൽ തന്നെ ആ സമയത്ത് വെള്ളവും ഭക്ഷണവും മാറ്റി അത് നിർത്തിയിട്ട് ഭഗവാനെ മാത്രം വിചാരിച്ചുകൊണ്ട് ഭഗവാന്റെ സഹസ്രനാമ സ്തോത്രങ്ങളും ബാക്കി എല്ലാം ജപിച്ചുകൊണ്ട്, ഒന്നുമില്ലെങ്കിലും ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ ഉത്തമമാണെന്നാണ് പറയുന്നത്. അതിനാൽ തന്നെ ഈ നെല്ലുവായി ഏകാദശി എടുത്തു കഴിഞ്ഞാൽ തന്നെ സകല രോഗദുരിതങ്ങളിൽ നിന്നും മുക്തി ലഭിക്കുകയും 7 ജന്മങ്ങളിൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന സകല ദുരിതങ്ങളിൽ നിന്നും മോക്ഷം ലഭിക്കുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. അതിനാൽ തന്നെ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും എടുക്കേണ്ട ഒരു മഹാവ്രതം തന്നെയാണ് നെല്ലുവായ ഏകാദശി. നമസ്കാരം.